ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടതാ ചേമ്പാണ് കേട്ടോ. ചേമ്പ് പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിന്നാൻ നല്ല അടിപൊളി സാധനമാണിത്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാട്ടിത്തരാം. അതാ അത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ചുണങ്ങിയിട്ട് ഇതൊക്കെ ഫുള്ള് ചുണങ്ങി തീർക്കണം. അങ്ങനെ എല്ലാം വരണ്ടണം കേട്ടോ. മറ്റൊക്കെ പൊടിയാട്ടോ, അതൊക്കെ വെള്ളം കയ്യാൽ പോവും. പൊടിയാകുന്നതാണൊക്കെ കയ്യാൽ പോണാണ്. ഇതാ നല്ലോണം വെട്ടി ഇതാക്കി എടുക്കുക കേട്ടോ. നല്ല ഉരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്തിരി ഉപ്പിട്ടിട്ടുള്ളു. ഉപ്പിട്ടുകൊണ്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്നത് വെന്ത് കിട്ടട്ടെ. കുഞ്ഞു കുഞ്ഞു ചേമ്പാണ് കിട്ടിയിട്ടോ. നമ്മുടെ ഇടയിൽ വലിയ ചേമ്പുണ്ട്, അതെന്തോ ഇതായിപ്പോയി. ഇപ്പോൾ ഇത് ഒന്ന് വെന്ത് കിട്ടട്ടെ. പിന്നെ തീ കത്തിച്ചു മൂടിയിട്ട് കൊടുക്കട്ടെ. എന്നിട്ടാ നമ്മളെ ചേമ്പ് അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതൊക്കെ വാർക്കണം കേട്ടോ. അത് കുറച്ച് വെള്ളം വെച്ചൊന്ന് വേവിച്ചതാണ്, നല്ലോണം വെന്തതാണ്. ഇങ്ങനെ വാർക്കട്ടെ കേട്ടോ. തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചതാണ്. തേങ്ങ ഇതാ നല്ലോണം ആട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ചേമ്പിലേക്ക് നല്ലോണം ചണ്ടിയൊന്നും ഇല്ലാണ്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. അത് മധുരം ഇട്ടിട്ട് തിന്നാൻ. ഞാൻ ആദ്യം ആക്കി വെച്ച ഫസ്റ്റത്തെ പാലാണ് കേട്ടോ. നല്ല കുറുങ്ങനുള്ള പാല്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. പഞ്ചാര ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചാര കുറവുള്ളവർക്ക് കുറച്ചിടാം, തോനുള്ളവർക്ക് തോനിടാം. ഞാനിതിലിപ്പോൾ കുറച്ച് ഇടുന്നേ ഉള്ളൂ. നല്ല കുത്തി ഉടയ്ക്കണം കേട്ടോ. നല്ല ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കട്ടക്കട്ടാവുമ്പോൾ എന്തോ ഒരു മാതിരിയാണ്. നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ടോ. നമ്മളിതിലിടാൻ പോണത് പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ആർക്കാ വേണ്ടിയവർക്ക് ആവശ്യമുള്ളവർക്ക് വേണം കുറച്ച് എടുത്തിടും. എല്ലാവർക്കും ഇവിടെ ഓരോ മധുരമല്ല. ഇവിടെ എൻ്റെ മരുവനും എൻ്റെ ഭർത്താവിനും ഒക്കെ കുറച്ച് മധുരം മതി. അപ്പോൾ പിന്നെ പഞ്ചസാര കുറയ്ക്കുന്നതാണ്. ഇതിങ്ങനെ കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചൊന്ന് വെള്ളം ഇതിൽ നിന്നൊന്ന് വറ്റാണ്ട്. ഓക്കേ, വാവ്, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ഉപ്പിടണ്ട. ഉപ്പ് നമ്മളിടുമ്പോൾ തേങ്ങയിലിട്ട് പുഴുങ്ങിനെ കൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് ഒന്നും കൂടെ ഇതൊന്ന് പൊട്ടിക്കണം കേട്ടോ അതൊക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഈ വീഡിയോ. ഇഷ്ടപ്പെടുന്ന കുത്തി ഉടച്ചിട്ടോ. എല്ലാവരും ഇതേപോലൊക്കെ വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഉണ്ടാക്കി തിന്ന് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഉള്ള സപ്പോർട്ടേ ഉള്ളൂ നമുക്ക് മക്കളെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്.